സോ നമുക്ക് 3 രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഈസ് പാസീവ്, സെക്കൻഡ് വൺ അസർട്ടീവ് ആൻഡ് ദ തേർഡ് വൺ ഈസ് അഗ്രസീവ്. സോ പാസീവ് കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ അഭിപ്രായങ്ങൾക്കും നമ്മുടെ ആഗ്രഹങ്ങൾക്കും തീരെ വില കൊടുക്കാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്ത് പറയുന്നോ അതിനെ എപ്പോഴും അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് പാസീവ് കമ്മ്യൂണിക്കേഷൻ. സോ അവിടെ നമ്മൾ എപ്പോഴും നമ്മുടെ അഭിപ്രായങ്ങളെയും ആഗ്രഹങ്ങളെയും കോംപ്രമൈസ് ചെയ്യാണ് ചെയ്യുക. തേർഡ് വൺ ഈസ് അഗ്രസീവ്. അഗ്രസീവ് എന്ന് പറഞ്ഞാല് നമുക്കൊരു വിയോജിപ്പ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ നമ്മൾ ഭയങ്കര വയലന്റ് ആയി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് അയാളുടെ ഇമോഷൻസിന് തീരെ വില കൊടുക്കാണ്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതിയാണ് അഗ്രസീവ് കമ്മ്യൂണിക്കേഷൻ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിൽക്കുന്നതും ഏറ്റവും ഹെൽത്തിയുമായിട്ടുള്ള ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അസർട്ടീവ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കുകയും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾക്ക് പറയേണ്ട കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ടും സ്റ്റേൺ ആയിട്ടും പറയുന്ന ഫോം